അധികാരികളെ പറയാണ്ടിരാകും. ഒന്നുമില്ല പ്രത്യേകിച്ച്. എന്താ പറയാ, അത്യാവശ്യം കണ്ടല്ലോ, നിങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഒരുപാട് ആർട്ടിസ്റ്റുകളൊരു ആക്ച്വലി ഒരു വലിയ സിനിമയാണ്. നമ്മൾ ചെറിയ ദിവസത്തിനുള്ള തീർത്തെങ്കിലും ഒരുപാട് ആക്ടേഴ്സ് ഇന്ന് ഇവിടെ ഇല്ല പലരും. ഇപ്പോൾ നമുക്കൊക്കെ എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പം വലിയൊരു താരനിരയുള്ള ഒരു വലിയ സിനിമ തന്നെയാണ് ഭീഷ്മ. അപ്പം ഈ ഇതിൻ്റെ അന്ന് ബാക്കിയുള്ള സിനിമകളോടൊപ്പം ഈ സിനിമയും പ്രേക്ഷകരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇതും ഒരു വിജയമായി തീരും. അപ്പോൾ എന്തായാലും കണ്ട ആൾക്കാർ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ആൾക്കാർ ബാക്കിയുള്ളവരുടെ അടുത്തൊക്കെ പറയുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. തീർച്ചയായിട്ടും നിരാശപ്പെടുത്തില്ല എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും അത്യാവശ്യം ചിരിക്കാനൊക്കെയുള്ളൊരു ചെറിയ പരിപാടിയാണ്. അപ്പോൾ ബാക്കി ഉണ്ണിലാൽ പറയും. ഇന്റർവ്യൂസിലൊക്കെ ഓണയറിൽ നിന്ന് ഇപ്പൊ താഴോട്ട് വന്നൊരു ഫീലിംഗ് ഉണ്ട്. സിനിമ ഇറങ്ങി ആളുകളെല്ലാം എന്തൊക്കെയാണെന്ന് ഭീഷ്മർ അറിഞ്ഞിരിക്കുകയാണ്. എന്താണ് ഫീൽ ചെയ്യുന്നത്? സന്തോഷം. കാരണം സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. അതന്നെ. പിന്നെ എല്ലാവരും പടം കാണാൻ കുറച്ച് കയറിലായിരുന്നു, ഇറങ്ങിയില്ലേ? താങ്ക് യു. തിയേറ്ററിൽ നിന്ന് സിനിമയുടെ ഏറ്റവും അവസാനമൊക്കെ ആകുമ്പോഴേക്കും രാജ്യത്തെ മുഴുവത്തി വരുന്നത് ഫൈറ്റ് സീനിലേക്ക് ഭയങ്കര കയ്യടി നിങ്ങളൊക്കെ തന്നെയല്ലേ നമ്മളെ ആൾക്കാർ, നമ്മളെ ഇടയിലുള്ള തിയേറ്ററിൽ അങ്ങനത്തെ ഒരു നായകന് കിട്ടുന്ന ഒരു ഗൂസ്ബംസ് ഉണ്ടല്ലോ, അതൊക്കെ ഇന്ന് സ്ക്രീനിൽ കാണുമ്പോൾ അങ്ങനെ ഉണ്ടാകും. ഞാനിങ്ങനെ ചമ്മലോടെ അല്ലേ എന്തായിരുന്നു നീ തൊട്ടടുത്തിരിക്കുന്നത്, എന്റെ ഫീലിംഗ് എന്തായിരുന്നു? അല്ല, എനിക്ക് ബബ്ബപ്പൻ ഇങ്ങനെ ഒരു കൈയടി കിട്ടിയിരുന്നു ഒരു തിയേറ്ററിൽ. അപ്പൊ അതിന് അന്ന് ഇതേപോലെ എനിക്ക് തിയേറ്ററിൽ നിന്ന് കുറെ പേര് നമ്മുടെ ആൾക്കാരൊക്കെ തന്നെ, പിന്നെ അടുത്ത ഷോയിൽ ഉണ്ടായിരുന്നില്ല, നമ്മുടെ ഇവിടുത്തെ ആൾക്കാരൊക്കെ തന്നെ ഭയങ്കര കൈയടിയായിട്ട് എനിക്ക് ഒന്ന് കുറെ വീഡിയോ ഒക്കെ വെച്ചു തന്നു. ഇന്ന് നേരിട്ട് ഇത് കാണാനുള്ള ഒരു അവസരം ഉണ്ടായി. ഒരുപാട് സ്നേഹം നിങ്ങളോട്. അതുപോലെ ഇപ്പം ഭീഷ്മ എന്നൊരു ട്രെയിലറൊക്കെ ഇറങ്ങിയ സമയത്ത് ഇത് എന്താണ് എല്ലാവരും പറഞ്ഞത് ഒറ്റ രാത്രിത്തെ സംഭവമാണ്. ഇപ്പം ഇത് ഒരു ഫൺഫീൽഡ് ആയിട്ടൊരു ഇതാണ്, ഒരു എക്സ്പീരിയൻസ് ചെയ്ത സിനിമയാണ്. അപ്പോൾ ഇന്നത് പ്രേക്ഷകർ കണ്ടിരിക്കുകയാണ്. അപ്പം എന്താണെന്നും ചേട്ടൻ ക്യാരക്ടർ ആണെങ്കിൽ ആദ്യമേ എന്ന് വിചാരിക്കും കുറച്ച് ഇതായിരിക്കാം, പിന്നെ അത് ഹ്യൂമറായിട്ട് വന്നു, പിന്നെ അത് എൻ്റയർലി വേറെ ലെവലിലേക്ക് ഷിഫ്റ്റ് ആവുന്നു. അപ്പൊ ഇത് കേട്ട സമയത്ത് എങ്ങനെയാണ് പ്രേക്ഷകർ എടുക്കാനുള്ള ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു? അല്ല, ആ ഒരു ഇപ്പൊ പറഞ്ഞ കാര്യം തന്നെയാണ് അതിന്റെ എന്നെ എക്സൈറ്റ് ചെയ്യിച്ചൊരു ഘടകം. അത് അങ്ങനെ തന്നെ മനസ്സിലായല്ലേ? താങ്ക് യു. ഈ അവസാനം ഈ വൈറ്റിലെ ലാലേട്ടൻ കാല് കുത്തി അടിക്കണൊക്കെ നമുക്ക് ഭയങ്കര എന്താ കോരിത്തിരിപ്പിക്കുന്ന പോലത്തെ രംഗങ്ങളെ. അപ്പൊ അതേപോലത്തെ രംഗങ്ങളൊക്കെ ചേട്ടന്റെ കാല് കുത്തി അടിയൊക്കെ കണ്ടായിരുന്നു. എങ്ങനെയുണ്ട്? ഫൈറ്റിന് വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടുണ്ടോ അതോ പെട്ടെന്ന് പഠിച്ചെടുത്തോ കാര്യങ്ങൾ? വളരെ പെട്ടെന്നായിരുന്നു അതെ, സാറിനെ പേടിച്ച് ചെയ്ത അത് വേറെ. ഞാൻ എന്ത് സംഭവം വെച്ചാൽ ഞാനിതിന്റെ മുന്നേ വരുന്നതിന് മുന്നേ സാറിനോട് പ്രത്യേകിച്ച് പറഞ്ഞിരുന്നു വെയിറ്റ് കുറച്ചിട്ട് വരണം എന്നുള്ളത്. അപ്പോ ഇവൻ വെയിറ്റ് കുറച്ചിട്ട് വന്നു, പക്ഷെ 5 കിലോ കുറച്ചു. ഞാൻ സാറിനോട് ചോദിച്ചു, ഇങ്ങനെ സാറ് ഓക്കെ അല്ലേ എന്ന് ചോദിച്ചു. ആക്ച്വലി 5 കിലോ കൂടിയിട്ടുണ്ടായിരുന്നു, പക്ഷെ എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി സാറ് ഓക്കെ ആണ് എന്ന് പറഞ്ഞു. പിന്നീട് ഈ ഫൈറ്റ് വന്ന സമയത്ത് എനിക്ക് ഓൾറെഡി കാല് ലുക്മാൻ വളയിലൊരു ചവിട്ടി ചവിട്ടിയിട്ട് കയ്യിൽ പ്ലേറ്റ് ഇട്ടിരിക്കുക. ഇവിടെ മുട്ട് ഇതേപോലെ ചെറുങ്ങനെ തേയ്മാനം സംഭവിച്ച് മുട്ടിനും പ്രശ്നമുണ്ട്. അപ്പം ഈ പൊക്കിച്ചവിട്ടുക എന്ന് പറയുന്ന സംഭവം നമ്മൾ ഒറ്റക്കാലിൽ പൊട്ടി ചവിട്ടുമ്പോഴേക്ക് എന്തൊക്കെ പറഞ്ഞാലും ഒരു ഇത് വരും. കാരണം പക്ഷെ സെന്തിൽ സഹകരിച്ചു. അപ്പം വലിയ ഇതില്ലാതെ അടികൊണ്ട് സെന്തിലങ്ങ് പോയി. അപ്പൊ അധികം ചവിട്ടേണ്ടി വന്നില്ല. ആ ഒറ്റ ചവിട്ട് തന്നെ ഏകദേശം ഓക്കെ ആയിരുന്നു. ഫൈറ്റ് പിന്നെ നമ്മൾ ഫീനിക്സ് ആയിരുന്നില്ലേ? ഫീനിക്സ്, അതെ.
ഫിനിക്സുമായിട്ട് ഓൾറെഡി കുറെ പടങ്ങൾ ഫൈറ്റ് ചെയ്തത് ഉള്ളതുകൊണ്ട് ഫിനിക്സുമായിട്ട് നല്ല സിങ്കാണ്. അപ്പൊ പിന്നെ നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള ഇതൊന്നുമില്ല. ഞാൻ അങ്ങനെ അധികം പടങ്ങൾ ഫൈറ്റ് ചെയ്തിട്ടില്ല. ഒരേ മുഖത്തിലൊക്കെ അവസാനത്തെ അതും വിട്ടുകൊണ്ട് ചാവുന്ന അവസാനം മാത്രമേ ഉണ്ടാവും. ഫൈറ്റ് തന്നെ ചെയ്തു പോകുമ്പോൾ അത് രസമാണ്. പക്ഷെ ഫിറ്റ്നസ് കുറച്ചുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായനെ. പക്ഷേ ഇതില് നല്ല ഭംഗിയുണ്ടായിരുന്നു ഫൈറ്റ് കാണാൻ. അതെ, എന്നുവെച്ചാൽ കുറച്ചുകൂടെ ഒരു ആരോഗ്യം കുറച്ചുകൂടെ ഒന്ന് ഫിറ്റ് ആയിരുന്നെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടെ ഭംഗി ഉണ്ടായേനെ. പക്ഷെ എനിക്ക് ഇഷ്ടമായത് ഉണ്ണിയുടെ ഫൈറ്റ് ആണ്. ഉണ്ണി മറ്റേ കോളേജിൽ ക്യാൻറ്റീനിലൊരു LKG കുട്ടീനെ അടിച്ച് മുടിക്കുന്നുണ്ട്, ചെറിയൊരു കുട്ടീനെ. അതിൽ ഉണ്ണിയുടെ അടി അതൊരു ഒരു കമ്പെടുത്ത് വിരട്ടി വിട്ടാൽ മതിയായിരുന്നു. അപ്പൊ പൂച്ചടി കമ്പെടുത്ത് സാറാ ഫൈറ്റ് വേണ്ടെന്ന് പറഞ്ഞ് ഉണ്ണി നിർബന്ധിച്ച് വെച്ച ഫൈറ്റ് ആണ്. ഉണ്ണി ഇറക്കിയതാ ഫൈറ്റ്. നമ്മുടെ ഒരു ഫൈറ്റിന്റെ അവനെ ഓടിച്ചു വിട്ടുന്ന കേസിൽ ഉണ്ണിയായിട്ട് ഈ ഫൈറ്റ് കാണുമ്പോഴേ ഫൈറ്റില് ചെയ്യാൻ പറ്റുന്ന എന്നെ ഇങ്ങനെ സിംഗിൾ പീസിൽ കാണാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. ഇല്ലടാ, ഞാൻ ഈ ഫൈറ്റ് ഒന്നുമില്ല. നിങ്ങളെ ഫൈറ്റിനാരും വിളിക്കാതിരിക്കാനാണ് മുട്ടുപോയി അല്ല, അത് മറ്റേ ഇതിനകത്ത് വളരെ ചെറിയൊരു അടി, നല്ലൊരു അടി കിട്ടിയ അവന്റെ ഇത് നല്ല ചവിട്ടും ഇതൊക്കെയാ. ഇന്നത്തെ പുതിയ തലമുറ എല്ലാവർക്കും ഭയങ്കര ആവേശം കൂടുതലാണ്. ഞാൻ ലുക്മാൻ അന്ന് ജിംഖാന കഴിഞ്ഞിട്ട് വരുന്ന വഴിയാണ്, അവനെന്റെ നെഞ്ചത്താണ് അത് ഫൈറ്റ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഭാഗ്യം ഉണ്ണിക്ക് എൻ്റെ കൂടെ ഉണ്ണിയുടെ കൂടെ എനിക്ക് ഫൈറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ ഉണ്ണിയുടെ മുന്നിൽ ഞാൻ നിഷ്ഫലമായി പോയത്. പിന്നെ സെന്തില് ഭയങ്കര കറക്റ്റ് ആയിരുന്നു. സെന്തില് ഭയങ്കര ടൈമിങ്ങും, സെന്തില് അടി കൊള്ളാൻ ആവേശം മൂത്തിട്ട് സെന്തില് ഇങ്ങനെ കയറി വരും. സെന്തില് ആ ഭാഷ നമ്മുടെ അടുത്ത് തീർന്നു. അതെ 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 അതെ. ഷാജുവിന്റെ അടുത്ത് 2 ചവിട്ട് കിട്ടിയല്ല എണ്ണ. അതെ മുഴുനീള ഫൈറ്റ് ഒന്നും നമ്മൾക്ക് കോമഡി ഇതൊക്കെ മതിയുടെ. പിന്നെ എന്നെ ഇൻസ്പയർ ചെയ്തൊരു പടം ഉണ്ട്, ഇടിയൻ ചന്തു. നീ ഇടിച്ചില്ല, ആരെ കൊണ്ടോ പറ്റുമെന്ന് എനിക്ക് തോന്നിയത് ഈ സിനിമയിലെ കുറച്ച് കണ്ടു. ഞാൻ ചേട്ടാ അതേപോലെ ഭീഷ്മരുടെ കൂടെ മല്ലിടാൻ നിൽക്കുന്നത് ഈ പറഞ്ഞ ദുരന്തർ 2-ഉം ആടുമാണ്. ഏതാ മല്ലിടാനായിട്ട് പിടിച്ചു നിൽക്കുന്നത് ദുരന്തർ 2-ഉം ആടാണ് പിടിച്ചു നിൽക്കുന്നത്. ഇതേ ചോദ്യം നിങ്ങൾ ദുരന്തർ 2-ന്റെ ആൾക്കാരോടും അവരോടും ചോദിക്കണം. അതാണ് ഞങ്ങൾക്ക് പറയുന്നത് അല്ലേ? ഓക്സിജൻ റിലീസ് മാറ്റിയില്ലോ പേടിച്ചിട്ട്. അത് നമ്മുടെ സാറ് തന്നെ പറഞ്ഞേ, നമ്മുടെ ഇത് പേടിച്ചാണ് മാറ്റിയത്. അതുകൊണ്ട് ചായയോട് റെഡിയാണ്, പരിപാടി കഴിച്ചിട്ട് പോകാൻ. അതെ, അത്തരം തമാശകളൊക്കെ സാർ ആദ്യം തന്നെ കട്ട് ചെയ്തു. ഞങ്ങള് അത് വേണ്ട, അതുകൊണ്ട് ഞങ്ങൾ അത് പേപ്പറിലുള്ളതും സ്ക്രിപ്റ്റിലുള്ളതും തമാശകളല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു തമാശ. കാരണം സ്ക്രിപ്റ്റ് തിരുത്താൻ ശ്രമിച്ചെങ്കിലും ഞാനത് അനുവദിച്ചില്ല. ചിലർ അതില്ലായിരുന്നു. അപ്പൊ അവിടെ പോയ ഉത്തരവിന്റെ തോന്നിയോ കണ്ടപ്പോ? അതാ ഞാൻ നീ എന്താ കാശ് വാങ്ങിച്ചൊക്കെ പറയുന്നത് നമുക്കിടയിൽ
അതെ അതെ കൂടുന്നുണ്ട് കൂടുന്നുണ്ട്. ഇതൊന്നും വേണ്ട. അത് ഡിപ്പെൻസ്. ഇതിനോടൊപ്പം തന്നെ നമ്മൾ നന്നാവും എന്നുള്ളതിനപ്പുറത്ത് സിനിമയുടെ കഥയും ബാക്കിയുള്ള എല്ലാവരും ഒക്കെ നന്നായല്ലേ കാര്യമുള്ളൂ. മൊത്തത്തിൽ നന്നാവണല്ലോ. അപ്പൊ എല്ലാം നന്നായി വരുമ്പോഴാണല്ലോ. ഇതിപ്പോ ഞാൻ മാത്രം നന്നായിട്ട് സിനിമക്ക് ഗുണമല്ലോ. അതോടൊപ്പം തന്നെ സിനിമയാണല്ലോ, അല്ലെങ്കിൽ സിനിമയുടെ കഥയും ബാക്കിയുള്ള മേഖലകളൊക്കെ നന്നായി വരുമ്പോൾ ഒരു ആക്ടറും അതോടൊപ്പം തന്നെ വളരും. അതിനപ്പുറത്തേക്കൊന്നുമില്ല. പോലെയാണ് ലൊക്കേഷൻ. അത് അറിയാൻ വന്നതോടുകൂടി അതിനൊരു ഇത് വന്നു. ഞങ്ങളവിടെ ഫുൾ ചില്ലിങ് ആയിരുന്നു, ഭയങ്കര ഹാപ്പി മൂഡായിരുന്നു, ഭയങ്കര എന്താ പറയുക എൻജോയ് ചെയ്ത് വെക്കേഷൻ പോലെ തന്നെയായിരുന്നു ലൊക്കേഷൻ. ഇന്ന് ഷൂട്ട് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇത്രയും നാളായി, സെപ്റ്റംബറിലായിരുന്നു ഷൂട്ട്. ഇന്ന് സിനിമ കാണുമ്പോഴാണ് ആ ഓരോ സീനും വരുമ്പോൾ നമ്മള് ഓർത്തോർത്ത് ചിരിക്കണായിരുന്നു. ഇത്രയും എൻജോയ് ചെയ്ത് കണ്ട സിനിമയില്ല ഈ അടുത്ത കാലത്ത്. ഭയങ്കര രസമായിട്ടിരുന്നു, തിയേറ്ററിൽ എൻജോയ് ചെയ്തു, ഭയങ്കര ഹാപ്പി ആയിരുന്നു ലൊക്കേഷൻ മൊത്തം. അപ്പൊ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും ഫണ്ണായിരുന്നു മൊത്തത്തിൽ. വിജയൻ എന്ന ഡയറക്ടറുടെ ചലഞ്ചിങ് എന്തായിരുന്നു? അദ്ദേഹത്തിന് വർക്ക് ചെയ്യുമ്പോൾ ചലഞ്ച് എന്തായിരുന്നു? ചലഞ്ച് അങ്ങനെ ചലഞ്ചായിട്ടൊന്നുമില്ല. സാറിന് അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ്. അല്ല, ഇതിനകത്ത് ഇത് നമ്മുടെ സുഹൃത്ത് അൻസാജാണ് എഴുതിയത്. അതിൽ നിന്ന് സാറ് സ്ക്രിപ്റ്റ് ഏറ്റെടുക്കുകയും അതിലുള്ള അഡീഷൻസുകൾ വരുത്തുകയും, അപ്പോൾ അത് ഒരുപാട് ലെയർ അല്ലെങ്കിൽ ഒരുപാട് മൾട്ടിപ്പിൾ ലെയർസ് ആഡ് ചെയ്യുകയും പുള്ളിയുടെ രീതിക്ക് ഈ സ്ക്രിപ്റ്റിനെ മാറ്റി. ഞങ്ങൾ ആദ്യം വായിച്ച അല്ലെങ്കിൽ ഞങ്ങൾ 2 വർഷം മുന്നേ വായിച്ച സ്ക്രിപ്റ്റ് ഒന്നുമല്ല. സാർ അതിലേക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുത്തി അതിനെ കുറച്ചുകൂടെ കമേഴ്ഷ്യലാക്കാനും പാട്ടുകൾ വന്നു, കുറെ ആഡ് ഓൺസ് വന്നു. അപ്പൊ ഞങ്ങള് ഇതിലേക്ക് എത്തുമ്പോഴേക്ക് പുള്ളി കൃത്യമായിട്ട് അതിനെ അതെ ലാസ്റ്റ് ഫൈറ്റ് കുറെ ആഡ് ഓൺസ് ഉണ്ടായിരുന്നു. ആദ്യത്തെ സ്ക്രിപ്റ്റ് 2 വർഷം മുന്നേ ഞാൻ വിഷ്ണു കേട്ട ഒരു സാധനമൊന്നുമായിരുന്നു. സിനിമ കംപ്ലീറ്റ്ലി മാറിയിരുന്നു. കൃത്യമായിട്ടുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു എങ്ങനെയായിരിക്കണം. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ചലഞ്ച് ആയിരുന്നില്ല, ഞങ്ങളുടെ വെച്ച് സിനിമ ചെയ്യുന്നതാണ് ചലഞ്ച്. ഇനി കട്ടപ്പന വിഷ്ണു അല്ലെങ്കിൽ വിഷ്ണു അല്ലെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം ധ്യാൻ ശേഷം ഭീഷ്മർ കട്ടപ്പന 10-12 വർഷമായി. ഇത് ഇപ്പോ 2 വർഷമായി. ഭീഷ്മർ ദേഹാചിത്രം അറിയപ്പെടുന്നുള്ള രീതിയിലാണ്. അത് അങ്ങനെ അറിയപ്പെടുന്നു. ഇത് ചോദിച്ചതിന്റെ പിന്നെ നീ അറിയപ്പെടും. അല്ല, ഉണ്ണിലാലെ കൊണ്ടൊരു പേര് മാറ്റി ഉണ്ണി ഭീഷ്മർന്നാക്കി. അതെ ഒരു കഥയുണ്ട് ഇതിനകത്ത് രസമുള്ള. ഉണ്ണി രേഖാചിത്രം ചെയ്തു, ഓഫീസർ ചെയ്തു, ഷോർട്ട് ഫിലിംസ് ചെയ്തു. കഴിഞ്ഞ ദിവസം കോഴിക്കോട് നിന്ന് ഓട്ടോ പിടിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഓട്ടോക്കാരെ വണ്ടി നിർത്തിക്കൊണ്ടിരിക്കുമ്പോൾ സാർ ഇത് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഇവൻ രേഖാചിത്രം ഓഫീസർ ഓൺ ഡ്യൂട്ടിയുടെ ഒക്കെ പേര് പറഞ്ഞു. അതൊന്നും നമുക്കറിയില്ല, ഭീഷ്മർ പടത്തിന്റെ പോസ്റ്ററിൽ കണ്ടുകൊണ്ട്. അങ്ങനെ ഇപ്പൊ ഉണ്ണി ഭീഷ്മർ സത്യല്ലേ? സത്യമാണ്. കാരണം വെച്ചാല് അത്രമാത്രം ഫ്ലക്സ് ഉണ്ട്. ഇപ്പം എനിക്ക് കുറെ പേര് അയച്ചിരുന്നുണ്ട്. ഞാൻ ചെയ്ത പടങ്ങളിൽ ഏറ്റവും കൂടുതൽ ഫ്ലക്സ് ഉള്ള ഒരു പടമാണ് ഭീഷ്മർ. അതേപോലെ പോസ്റ്റേഴ്സ് എല്ലാവർക്കും ഞാൻ എല്ലാ പോസ്റ്റേഴ്സിലും ഉണ്ട്. സോ അതുകൊണ്ട് അത് വലിയൊരു കാര്യം തന്നെയാണ്. ഇപ്പൊ പറഞ്ഞ കറക്റ്റാ. ഞാൻ നേരെ ചോദിച്ച പുള്ളിയുടെ എവിടെയും കണ്ടിട്ടുണ്ടല്ലോ. ആക്ച്വലി പുള്ളിയുടെ പാക്കിൽ തന്നെ ഫ്ലക്സ് ഉണ്ടായിരുന്നു, വലിയ ഫ്ലക്സ്. ഞാൻ ഫ്ലക്സ് നോക്കി നിൽക്കുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് നോക്കി നിന്നത് നിങ്ങളല്ലേ അത്. അപ്പൊ അത് ഭയങ്കര സന്തോഷമുണ്ട്.